അടുത്ത ജനറ്റിക് ഡിസോർഡറാണ് കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസീസൊക്കെ അല്ലെങ്കിൽ ഡിസോർഡേഴ്സൊക്കെ ഹെറിഡിറ്ററലി ജനറ്റിക് ഡിസോർഡേഴ്സൊക്കെ നമ്മുടെ NCERT അഥവാ SCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ സപ്ലിമെൻ്ററി റീഡിംഗ് ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് ഡിസോർഡേഴ്സാണ്. നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ്സും മെൻറ്റേലിയൻ ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. സോ ടെക്സ്റ്റിൻ്റെ ബാക്കിലാണ് ഈ പറഞ്ഞ ഡിസീസുകളെക്കുറിച്ചൊക്കെ പറയുന്നത്. സോ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് റെഡ്, ഗ്രീൻ, ചുവപ്പ്, പച്ച എന്നീ കളറുകളെ തിരിച്ചറിയാൻ പറ്റാത്ത, ഇതിലേതാണ് ചുവപ്പ് ഏതാണ് പച്ച തിരിച്ചറിയാൻ പറ്റാത്ത, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. സോ ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് 1911 വിൽസൺ എന്ന് പറഞ്ഞ ഒരാളാണ് കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണക്കാരായ അതിന് റെസ്പോൺസിബിൾ ആയുള്ള ഒരു ജീനിനെ ഡിറ്റക്ട് ചെയ്തത്. സോ വിൽസൺ 1911 ഇതിന് സ്പെസിഫിക് ഒരു ജീൻ ഉണ്ട് കളർ ബ്ലൈൻഡ്നെസ്സിന് റീസണബിൾ ആയിട്ടുള്ള, ആ ജീന് ഡിറ്റക്ട് ചെയ്തു. ഈ കളർ ബ്ലൈൻഡ്നെസ്സിന് വേറൊരു പേരാണ് ഡാൾട്ടണിസം അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. സോ കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് ഡാൾട്ടണിസം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ സ്പെസിഫിക് ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എക്സ് ക്രോമസോമിലാണെന്നാണ് വിൽസൺ ആദ്യം ഡിറ്റക്ട് ചെയ്തത്. സോ 1911 കളർ ബ്ലൈൻഡ്നെസ്സിന് കാരണക്കാരായ സ്പെസിഫിക് ജീൻ കിടക്കുന്നത് അതിൻ്റെ പൊസിഷൻ എക്സ് ക്രോമസോമിലുള്ള ഒരു പെർട്ടിക്കുലർ ജീൻ കാരണമാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. സോ ഈ കളർ ബ്ലൈൻഡ്നെസ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് മെയിലിലാണ്. സോ മെയിലിൽ ഒരു 8% മെയിലിലും കളർ ബ്ലൈൻഡ്നെസ് കാണപ്പെടും. അതേസമയം വളരെ റെയർ ആയിട്ട് മാത്രമേ ഫീമെയിലിൽ കാണുള്ളൂ. ഒരു ജസ്റ്റ് 0.4% മാത്രമേ ഫീമെയിൽ കളർ ബ്ലൈൻഡ്നെസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കൂടുതലും കാണപ്പെടുന്നത് എവിടെയാണ്? മെയിലാണ്. ഇനി എന്തുകൊണ്ടാണ് മെയിലിൽ ഇത് കാണപ്പെടുന്നത്? മെയിലിന് XY അങ്ങനെയുള്ളതിൽ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഒരു സ്പെസിഫിക് ജീൻ എവിടെയാണ് ഡിറ്റക്ട് ചെയ്തേക്കണേ? എക്സ് ക്രോമസോമിലുള്ള ഒരു സ്പെസിഫിക് ജീൻ അല്ലെങ്കിൽ ആ എക്സ് ക്രോമസോമിലെ സ്പെസിഫിക് ജീനാണ് മ്യൂട്ടേറ്റ് ചെയ്തിട്ടാണ് കളർ ബ്ലൈൻഡ്നെസ് ആയിട്ട് മാറുന്നത്. സോ മെയിലാണെങ്കിൽ ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, Y ക്രോമസോമിന് ഇതിന് റോളില്ല. അപ്പോൾ എക്സ് ക്രോമസോം ഒരെണ്ണ ഉള്ളതുകൊണ്ട് മെയിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. സോ മെയിലുള്ള ആ എക്സ് ക്രോമസോമിലായിരിക്കും ഓൺലി 1 allele ഫോർ ദിസ് ജീൻ. ഈ കളർ ബ്ലൈൻഡ്നെസ് കാരണക്കാരായുള്ള ആ ജീന് ഒരു അലീലേ ഉണ്ടാവുള്ളൂ, ബിക്കോസ് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. ആ അലീൽ, ആ ജീന് റെസ്പോൺസിബിൾ ആയുള്ള അലീൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. സോ ആ ജീനിലും ആ പെർട്ടിക്കുലർ ജീനിൽ എക്സ് ക്രോമസോമിലുള്ള ആ പെർട്ടിക്കുലർ സ്പെസിഫിക് ജീനിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് ഫീനോട്ടിപ്പിക്കൽ ചേഞ്ച് ഉണ്ട്. ഫീനോട്ടിപ്പിക് ആയിട്ടുള്ള ചേഞ്ച്, എക്സ്റ്റേണൽ ഒരു ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ റെഡ് ഗ്രീൻ കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. സോ എക്സ് ക്രോമസോമിലുള്ള ഒരു സ്പെസിഫിക് ജീൻ മ്യൂട്ടേറ്റ് ചെയ്തിട്ടാണ് ഫീനോട്ടിപ്പിക്കൽ ചേഞ്ച് വരുന്നത്, ആ എക്സ്പ്രഷൻ മാറുന്നത്. സോ മെയിലിൽ ഒരു എക്സ് ക്രോമസോം ഉണ്ട്, അതുകൊണ്ട് അവരാണ് കൂടുതൽ ഇങ്ങനത്തെ ഈ ഡിസീസിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ. ഇനി മെയിൽ ഒരിക്കലും ഒരു കാരിയറായിട്ട് ആക്ട് ചെയ്യില്ല, മെയിലിന് ഒരിക്കലും ഒരു കാരിയർ ആവാൻ പറ്റില്ല. അതേസമയം ഫീമെയിൽ എപ്പോഴും ഒരു കാരിയറായിട്ട് ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരു കാരിയറായിട്ട് ആക്ട് ചെയ്യും. സോ മെയിൽസ് നെവർ ക്യാരീസ് കളർ ബ്ലൈൻഡ്, കാരിയർ ആവില്ല. കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫീമെയിലുകളാണ് നിൽക്കുക. സോ മെയിൽ ഒരിക്കലും ഒരു കാരിയർ ആവില്ല, അതേസമയം ഫീമെയിൽ എപ്പോഴും ഒരു കാരിയർ ആവുകയും സാധ്യതയുണ്ട്. ഇനി കളർ ബ്ലൈൻഡ് ഫീമെയിൽ, ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ അവരുടെ അച്ഛൻ കളർ ബ്ലൈൻഡ് ആയിരിക്കണം, അവരുടെ ഫാദർ കളർ ബ്ലൈൻഡ്. സോ ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആണെങ്കിൽ അവരുടെ ഫാദർ കളർ ബ്ലൈൻഡ് ആയിരിക്കണം. അതുപോലെ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫീമെയിലിന് കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത, കളർ ബ്ലൈൻഡ് സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഫീമെയിൽ എപ്പോഴും ഹെറ്ററോസൈഗസ് കണ്ടീഷനിലായതുകൊണ്ട് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു കാരിയറായിട്ട് ആക്ട് ചെയ്ത് അതിൻ്റെ പ്രോജിനിയിലേക്ക് ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ ഡിസീസ് ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമ്മളൊരു ക്രോസ് കാണിക്കുകയാണ്. ഒരു കാരിയർ ഫീമെയിൽ, ഹെറ്ററോസൈഗസ് കണ്ടീഷനിലുള്ള കാരിയർ ഫീമെയിൽ ഒരു നോർമൽ മാനിനെ മാരി ചെയ്യാണ്. അസുഖമൊന്നുമില്ലാത്ത കളർ ബ്ലൈൻഡ് ഒന്നും അല്ലാത്ത ഒരു നോർമൽ മാനിനെ ഒരു കാരിയർ ഫീമെയിൽ മാരി ചെയ്യുന്നു. സോ അവരുടെ ആ ജീനോട്ടിപ്പിക് നേച്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരിയറിനെ XXC, ഈ C എന്ന് പറയുന്നത് റെസസീവ് ഫോമിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇതൊരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള റെസസീവ് ട്രേറ്റും കൂടിയാണ്. നമ്മൾ പറഞ്ഞു മെയിലിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് സെക്സ് ലിങ്ക്ഡ്, അതുപോലെ റെസസീവ് കണ്ടീഷനിൽ വരുമ്പോഴേ അതിന് ഡിസീസ് എന്ന് പറയുള്ളൂ. സോ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റും കൂടിയാണ് കളർ ബ്ലൈൻഡ്നെസ്. സോ കാരിയർ XXC, ഇതാണ് കളർ ബ്ലൈൻഡിൻ്റെ അത് ജി എന്ന് പറയുന്നത്, XC എന്നുള്ളത്. അതേസമയം നോർമൽ മാൻ XY, കളർ ബ്ലൈൻഡ് അല്ലാത്തതുകൊണ്ട് നോർമൽ എക്സ്, നോർമൽ വൈന് ഓൾറെഡി നമുക്കതില്ല. സോ സ്പേമിൽ XYയും ഇവരുടെ ഫീമെയിലിൽ ഗാമറ്റ് ഓവയിൽ XX ഗാമറ്റുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതി. നമ്മളതിൻ്റെ ചെക്കർ ബോർഡ് വരയ്ക്കുകയാണ്. മെയിലിൻ്റെയും ഫീമെയിൽ കാരിയർ വുമൻ്റെയും നോർമൽ മാൻ്റെയും ഗാമറ്റുകൾ
നമ്മൾ ചെക്കർ ബോർഡിൽ നോക്കി അവർ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റീസാണ് അവർ പ്രോജനി അല്ലെങ്കിൽ ഓസ്പ്രിങ്സിന് ഉണ്ടാവാൻ നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ XX. ഇത് നമ്മുടെ കാരിയർ ആയിട്ടുള്ള ഫീമെയിലിൻ്റെ ഗ്യാമറ്റുകളാണ്. ഇതൊരു കളർ ബ്ലൈൻഡ് ജീനും. അതേസമയം നോർമൽ മാനാണിത് XY. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നോക്കിയാൽ XX ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നു. XX എന്നെപ്പോഴും എന്തായിരിക്കും? ഒരു നോർമൽ ഗേൾ ആയിരിക്കും. XX എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഗേൾ. അതുപോലെ ഈ എക്സും ഈ XCയും XC എന്ന് പറഞ്ഞാൽ എന്താ? കളർ ബ്ലൈൻഡ് ആണ്. സോ ഈ പറഞ്ഞത് നമ്മുടെ കാരിയർ ഫീമെയിലിനെ പോലെ വന്നു. കാരിയർ ഗേൾ XX ആയതുകൊണ്ട് കാരിയർ ഗേൾ, C വന്നതുകൊണ്ട് അത് XX ആയതുകൊണ്ട് ഫീമെയിൽ, C വന്നതുകൊണ്ട് അത് കളർ ബ്ലൈൻഡ്. സോ കളർ ബ്ലൈൻഡ്നെസ്സിന് എഫക്റ്റഡ് അല്ല, ബട്ട് അതൊരു കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി അടുത്ത സാധ്യത ഈ എക്സും വൈയും കൂടി ചേർന്നു XY. അപ്പോൾ അതെന്തായി? നോർമൽ ബോയ് ആയി. സോ ഒരു നോർമൽ ബോയ്. അതുപോലെ ഈ XC ആൻഡ് Y ഇത് രണ്ടും കൂടി ചേർന്ന് XC കളർ ബ്ലൈൻഡിൻ്റെ ഇതും അതുപോലെ വൈന് റോളില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതെന്തായി? കളർ ബ്ലൈൻഡ് ബോയ് ആയിട്ട് മാറി. ബിക്കോസ് ഇതിന് Y ക്രോമസോമിന് ഇതിന് റോളൊന്നുമില്ല. ഒരേ ഒരു X ക്രോമസോമേ ഉള്ളൂ. ആ ഒരു X ക്രോമസോമിലുള്ള ആ ജീൻ പെർട്ടിക്കുലർ എന്തായിട്ട് കളർ ബ്ലൈൻഡിന് കാരണക്കാരായ ആ ജീൻ അവിടെ ഉള്ളതുകൊണ്ട് അതെന്തായി? കളർ ബ്ലൈൻഡ് ബോയ്. സോ ഒരു നോർമൽ ഗേള്, ഒരു നോർമൽ ബോയ്. സോ ഒരു കാരിയർ ഫീമെയിൽ ഒരു നോർമൽ മാനെ മാരി ചെയ്യുമ്പോൾ അവർ ഓസ്പ്രിങ്സിൽ ഒരു നോർമൽ ഗേൾ ഉണ്ടാവുന്നു, ഒരു നോർമൽ ബോയ് ഉണ്ടാവുന്നു, ഒരു കാരിയർ ഗേൾ ഉണ്ടാവുന്നു, ഒരു കളർ ബ്ലൈൻഡ് ബോയ് ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ സാധ്യത ആർക്കാണ് കൂടുതൽ? ഒരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ മെയിലാണ് ഒരു കളർ ബ്ലൈൻഡ് ആവാനുള്ള സാധ്യത കിടക്കുന്നത്. ഫീമെയിൽ എപ്പോഴും എന്തായിട്ട് മാറുന്നുള്ളൂ? ഒരു കാരിയർ ഗേളായിട്ട് മാറുന്നുള്ളൂ. സോ ഒരു ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ എന്തുണ്ടാവണം? കാരിയർ ആവണം. അമ്മ കാരിയർ ആയിരിക്കണം, അച്ഛനും എന്തായിരിക്കണം? കളർ ബ്ലൈൻഡ് ആയിരിക്കണം. അച്ഛൻ കളർ ബ്ലൈൻഡും അമ്മ കാരിയർ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഒരു ഡോട്ടർ കളർ ബ്ലൈൻഡ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം എപ്പോഴും എന്തായിരിക്കും? ഒരു കാരിയർ ഫീമെയിൽ നോർമൽ മാനും കൂടി മാരി ചെയ്യുമ്പോൾ ആൺകുട്ടി കളർ ബ്ലൈൻഡ് ആവുകയും പെൺകുട്ടി ഒരു കാരിയറായിട്ട് മാറുകയും ചെയ്യുന്നു. കുട്ടി കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ അച്ഛൻ കളർ ബ്ലൈൻഡ് ആവുകയും അമ്മ കാരിയർ ആവുകയും ചെയ്യണം. ഇനി അങ്ങനെയുള്ള കളർ ബ്ലൈൻഡ് ആവുന്ന ഫീമെയിലിൻ്റെ ആൺകുട്ടി എന്തായിട്ട് മാറും? വീണ്ടും കളർ ബ്ലൈൻഡായി മാറുകയും ചെയ്യുന്നു.